സഭാ തർക്കം രൂക്ഷമായി തുടരുമ്പോൾ യാക്കോബായ സഭയുടെ മീഡിയ വിഭാഗം ചെയർമാൻ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത നമുക്കൊപ്പം ചേരുകയാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭ നൽകിയിരിക്കുന്ന അധിക സത്യവാങ്മൂലത്തോടുള്ള യാക്കോബായ സഭയുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ ആദ്യമായിട്ട് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. വ്യത്യസ്ത വിശ്വാസവും വ്യത്യസ്ത ആചാരവുമുള്ള രണ്ട് സഭകളാണെന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് യാക്കോബായ സഭ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് സമാധാനാഹ്വാനവും ഒരു വശത്ത് ഐക്യത്തിൻ്റെ ആഹ്വാനവും മറുവശത്ത് കലാപത്തിൻ്റെ മുഖങ്ങളും കാണിക്കുന്ന ഈ ഇരട്ട മുഖവും ഞാനത് കപടതയൊന്നും ഞാൻ ആ വാക്കൊന്നും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് തന്നെയാണ് മലങ്കര സഭാ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടാതിരിക്കാനുള്ളതായ കാരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രശ്നം രണ്ട് സഭകളും സമാധാന ആഹ്വാനം നടത്തുന്നുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം ഇനി മുന്നോട്ടുള്ള പോക്ക്? എങ്ങനെയായിരിക്കാം ഒരു സമാധാനത്തിൻ്റെ അടുത്ത ചുവടുവയ്പ്? സുപ്രീം കോടതിയിലെ ഓർത്തഡോക്സ് വിഭാഗം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയണത്, കേരള ഗവൺമെൻറ് നടപ്പാക്കിയ സെമിത്തേരി ബില്ല് അതനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. ഇവിടെയും ഒരു ഇരട്ടത്താപ്പാണ് നടക്കുന്നത്. കാരണം ഈ ബില്ലിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ളതായ റിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നു, സുപ്രീം കോടതിയിൽ കോടതിയെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ പൊടിയിടാനായിട്ടിപ്പോൾ മറ്റൊരിത് കൊടുക്കുന്നു. ഇതാണ് ആത്മാർത്ഥയില്ലാതെ. ഇത് തന്നെയാണ് ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. കോടതിയിൽ അന്ത്യോക്യ പാത്രീയർക്കീസ് സഭയുടെ തലവനാണെന്ന് പറയുന്നു, കോടതിക്ക് പുറത്ത് വന്നു കഴിയുമ്പോൾ വിദേശിയാണെന്ന് പറയുന്നു, കോടതിയിലാകമാന സഭയുടെ ഭാഗമാണെന്ന് പറയുന്നു, പുറത്തിറങ്ങുമ്പോൾ ഇത് സ്വതന്ത്ര സ്വയശീർഷക സഭയാണെന്ന് പറയുന്നു. അനുരഞ്ജനം നടക്കുമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരസ്പരം ലയിച്ച് അനുരഞ്ജനപ്പെടുമെന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ വിഷയത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പതിറ്റാണ്ടുകളായി രണ്ട് ഭരണ സംവിധാനങ്ങളും രണ്ട് സഭാതലവന്മാരും സംവിധാനങ്ങളുമായിട്ട്, അത് എക്യുമെനിക്കൽ ബോഡികളിൽ എവിടെ എല്ലായിടത്തും രണ്ട് സഭകളായിട്ട് തന്നെയാണ് പോകുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ഈ സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതിയിൽ ഓർത്തഡോക്സ് സഭയും കൊടുത്തിരിക്കുന്നത്. ആത്യന്തികമായിട്ട് അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലയനം എന്ന് പറയുന്നത് അത് അസാധ്യമായ കാര്യമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ലയനം എന്ന് പറയണമെങ്കിൽ അതിനകത്തത് ശാശ്വതമായ ഒരു സമാധാനവും ഒരു യോജിപ്പും അതിനകത്തുണ്ടാകണം. ഒന്നാമത് മാനസികമായിട്ട് ഈ 40 വർഷം കൊണ്ട് ഒത്തിരി അകന്നു പോയി. നമ്മൾ 1958 ഒരു ലയനം നടന്നു ഇതിൻ്റെ. അതിനുശേഷം ഒരു പിളർപ്പുണ്ടായി. 74 പിളർപ്പ് പൂർണ്ണമായി. ആ ലയനവും ആ പിളർപ്പുമാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇത്രമാത്രം ഒരു ശത്രുതയിലേക്കും ഇത്രമാത്രം വലിയ അകർച്ചയിലേക്കും ഈ സഭകളെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ലയനമെന്ന് പറയുന്നത് ശാശ്വതമായൊരു പരിഹാരമല്ല. മറിച്ച് രണ്ട് സഹോദര സഭകളായി പിരിഞ്ഞ് അത് പിരിയാൻ ഇപ്പോൾ തന്നെ അങ്ങനെ പോകുന്നത് പരസ്പര സഹകരണത്തിലും സഹവർത്തിത്വത്തിലും മുന്നോട്ട് പോവുക എന്നുള്ളത് ആണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത്. സമാധാനം പുലരാനായി യാക്കോബായ സഭയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? യാക്കോബായ സഭയ്ക്ക് ഇത് ശാശ്വതമായി പരിഹരിക്കപ്പെടണം. നമുക്കറിയാം, നമ്മളൊരു ഭൂരിപക്ഷ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം അത് കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത്. ഭൂരിപക്ഷ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടുള്ളതായ ഒരു സംവിധാനവും ഒരു ജനാധിപത്യ രാജ്യത്ത് മുന്നോട്ട് പോകില്ല. എല്ലാം ഇവിടെ നമുക്കറിയാതെ യാഥാർത്ഥ്യമാണ്. കോടതികൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് പരിമിതിയുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ഒരു മലങ്കര ചർച്ച് ബില്ല് ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ പള്ളികളിൽ ഹിതപരിശോധന നടത്തി ആരാണോ ഭൂരിപക്ഷം അവർക്ക് പള്ളി വിട്ടുകൊടുത്ത്, ന്യൂനപക്ഷത്തിന് അവരുടെ അവകാശവും കൊടുത്ത്, സെമിത്തേരി ഇരുകൂട്ടർക്കും ഉപയോഗിക്കുവാനുള്ള സാഹചര്യമുണ്ടാക്കി, പരസ്പര സഹകരണത്തിലും അതോടൊപ്പം തന്നെ സമാധാനത്തിൽ മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് ഈ മലങ്കര ചർച്ച് ബില്ല് അത് നടപ്പാക്കി ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടണം. അധിക അഫിഡവിറ്റിൽ ഓർത്തഡോക്സ് സഭ പറയുന്നുണ്ട് ആശുപത്രികൾ, സ്കൂളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. യാക്കോബായ സഭയ്ക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അതിൽ ആവശ്യമുണ്ടോ? സുപ്രീം കോടതി ഉദ്ദേശിച്ചത് ഇടവകക്കാരൻ്റെ അവകാശങ്ങൾ അവിടെ കിട്ടുക, അതല്ല മറ്റുള്ളവരുടെ കാര്യമില്ല. ട്രീറ്റ്മെൻറ്റും അതുപോലെ അഡ്മിഷനും ഒക്കെ ആർക്കും അതിനകത്ത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സമുദായത്തിനും അതിന് ഒരു തടസ്സവും ആരും പറയാറില്ല, സാധിക്കുമില്ല. നിയമങ്ങളാണത്.
എന്നാൽ ഇതിന് അവകാശപ്പെട്ട ഇടവകക്കാരുടെ പല സ്ഥാപനങ്ങളും ഇന്ന് അവർ ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ സഭയുടേതായ ആ പള്ളിയുടെ കൂട്ടത്തിൽ ഈ സ്ഥാപനങ്ങളും ഞാൻ അനേക ഉദാഹരണങ്ങളുണ്ട് സമീപ പ്രദേശങ്ങളിലെ, അതെല്ലാം കൊണ്ടുപോയി അവിടെ ഇങ്ങനെയുള്ള അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് ഇങ്ങനെ ഒരു കണ്ണിൽ പൊടിയിട്ടുള്ള ഒരു മറുപടിയല്ല, ഈ യാഥാർത്ഥ്യമാണ് അംഗീകരിച്ചുകൊണ്ട് അതിനുള്ളതായ അവരുടെ ആ ഇടവക്കാരുടെ അവകാശങ്ങൾ അവിടെ യഥാർത്ഥത്തിൽ ഈ 34 അലീജിയൻസ് പറഞ്ഞാൽ ഇത് കൊടുക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടുള്ളതായ ആ സാഹചര്യം ഒഴിവാക്കി നിർത്തണമെന്നുള്ളത്, കിട്ടണമെന്നുള്ളതാണ്. അതിനകത്ത് സുപ്രീം കോടതിയും വിവക്ഷിക്കുന്നത് അത് തന്നെയാണ്. നിയമനിർമ്മാണം നടത്തി മലങ്കര ചർച്ച് ബില്ല് യാഥാർത്ഥ്യമാക്കിയാൽ മാത്രമേ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കൂ എന്ന് സഭ നിലപാടെടുക്കുമ്പോൾ അപ്പോൾ ഈ കോടതിയിലെ വ്യവഹാരങ്ങളുടെ അവസ്ഥ എന്താകും? യഥാർത്ഥത്തിൽ മലങ്കര ചർച്ച് ബില്ലെന്ന് പറയുന്നത് കോടതിയുടെ ഒരു ആ വിധിക്കകത്തുകൂടെ അതിനുള്ള പ്രൊവിഷനുണ്ട്. അത് കോടതി വിധിക്ക് എതിരല്ല. അത് 2017 സുപ്രീം കോടതി വിധിയിൽ ഗവൺമെൻറ്റിന് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്താമെന്നുള്ള അതിനൊരു പ്രൊവിഷൻ അതിനകത്തുണ്ട്. 2017 സുപ്രീം കോടതി വിധിയിൽ തന്നെ നിയമനിർമ്മാണം നടത്തുക എന്ന് പറയുമ്പോൾ സുപ്രീം കോടതികളിൽ നിലനിൽക്കുന്നതായ കേസുകൾ യഥാർത്ഥത്തിൽ ആ വ്യവഹാരങ്ങളും തർക്കങ്ങളും ഇതെല്ലാം കോടതികളിലൂടെ വിശ്വാസപരമായ കാര്യങ്ങൾ തീർക്കാനായിട്ട് ആത്യന്തികമായിട്ട് സാധിക്കുകയില്ല, അതിന് പരിമിതികളുണ്ടെന്നുള്ള കോടതി തന്നെ ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അത് വ്യവഹാരങ്ങളും തർക്കങ്ങളുമെല്ലാം ശാശ്വതമായി അവസാനിച്ച് ഈ മലങ്കര സഭാ തർക്കം യാഥാർത്ഥ്യബോധത്തോടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു ശാശ്വതമായ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇരുവിഭാഗങ്ങൾക്കും നീതി ലഭിച്ചുകൊണ്ട് തന്നെയാണ് അതിനകത്ത് നടക്കാൻ പോകുന്നത്. കാരണം ഇത് കോടതി വിധിക്കെതിരല്ല, കോടതിയുടെ ആ കാര്യങ്ങളിലൂടെ തന്നെ നിന്നുകൊണ്ടാണ്. എന്നാൽ ശാശ്വതമായ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗവും കൂടെയായിട്ടാണ് അത് വരുന്നത്. ഇരു സഭകളും സമാധാനത്തിന് ആഹ്വാനം ചെയ്യുമ്പോഴും നിയമപ്രശ്നങ്ങൾ സങ്കീർണമായി തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.